വരാൻ നേരത്ത് ഞങ്ങളുടെ ഗൈഡ് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ പോയതിന്റെ ഭയങ്കര ഒരു മിസ്സിങ് പോലെ അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ചോദിച്ചായിരുന്നു ഞങ്ങൾ പോകാൻ നേരത്ത് നീ കരയുമെന്ന്. അവള് പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങി നോക്കൂ ഓയ ഹോയെ എന്നൊക്കെ പറയാം. ഫൈനലി അവള് കരഞ്ഞു ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ സ്വാഭാവികമാണ്. കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു സംഭവമായിട്ട് പോകുന്ന നേരത്തെ എല്ലാവരും ഒത്തൊരുമിച്ചാണല്ലോ പോവുക. അപ്പം പെട്ടെന്നൊരു വരാൻ നേരത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. യാത്രയാണ്. യാത്ര ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ. അങ്ങനെ ഇന്ത്യ, നേപ്പാൾ, ചൈന, അടുത്ത രാജ്യമായ കസാക്കിസ്ഥാനിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ടൈം വേറെ, ഭാഷ വേറെ, ഫുഡ് വേറെ, സിമ്മ് വേറെ, പൈസ വേറെ, എല്ലാം വേറെ, ഞങ്ങളും വേറെ. ഗൈസ് നോക്കൂ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും. അതായത് ടൈം സോൺ വ്യത്യാസമാണ്. ഇവിടെ ഇപ്പം 11 മണിയാണേൽ ഇവിടുത്തേലും 3 മണിക്കൂർ പുറകോട്ടാണ് അവിടെ. അപ്പോൾ ഓരോ വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് ഓരോന്ന് എടുത്തു തുടങ്ങി. ആ വണ്ടി റെഡി ആവുന്നുണ്ട്. പിന്നെ അവിടുത്തെ പുള്ളിയും റെഡി ആവുന്നുണ്ട്. നമ്മൾ ഓൾറെഡി റെഡിയാണ്. വണ്ടി എടുക്കാം. ഗൈസ് നോക്കൂ, നേരെ ഞങ്ങൾ ബോർഡർ കയറാൻ വേണ്ടി പോവാണ്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് ചില്ലറ ദൂരമുള്ളൂ. ഇന്ന് നമ്മളങ്ങനെ ഇവിടുന്ന് കസാക്കിസ്ഥാൻ ബോർഡർ കയറും. അത്യാവശ്യം ടാസ്ക്കുള്ള പരിപാടി, ഫുൾ ചെക്കിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഇതാണ് ചൈനീസ് മാപ്പ്. അടിപൊളി സാധനം കേട്ടോ. ഇതിനകത്ത് എന്നാ തേങ്ങയും വാങ്ങി സ്പീഡ്, ക്യാമറ എല്ലാം കാണിക്കും. ആകെ 4 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് നേരെ പോകാൻ വേണ്ടി കേട്ടോ. നല്ല രാത്രി കിട്ടിയില്ല, നൈറ്റ് ഫുഡൊക്കെ കിട്ടി. അത്യാവശ്യം നല്ല രീതിക്കുള്ള തിരക്കുണ്ടായിരുന്നു. ഞങ്ങളെ ഇന്നലെ പോലീസ് പിടിച്ചു. നല്ല കോമഡി ആയിരുന്നു മൊത്തം. എന്നിട്ട് ഹിന്ദുസ്ഥാനിയാണോ എന്ന് ചോദിക്കും. ഞങ്ങൾ ഹിന്ദുസ്ഥാനിയാന്ന് പറയും. അപ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ വിടും. ഇതായിരുന്നു ഇന്നലെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു റൂട്ടിൽ കൂടിയാണ് നമ്മൾ ബോർഡർ പോകുന്നത്. അപ്രോക്സിമേറ്റ് 4 കിലോമീറ്റർ ഉള്ള ബോർഡർ, കസാക്കിസ്ഥാൻ ചൈനീസ് ബോർഡർ. ഭയങ്കര ടൈറ്റ് ബോർഡറാണ്. ഇച്ചിരി റൂറലാണ് ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ ഇവിടെ. അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഐ എം വെരി 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 എക്സൈറ്റ്മെന്റ് ആൻഡ് വെരി ഹാപ്പി ആൻഡ് വെരി മൂവ്മെന്റ്. ഓക്കെ അല്ലേ? അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കസാഖിസ്ഥാന്റെ ബോർഡർ, അടുത്ത രാജ്യത്തിന്റെ ബോർഡർ ഞങ്ങൾ ആദ്യമായിട്ട് കടക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇവിടെ ഇടത്തോട്ട് പോട്ടെ, ഇടത്തോട്ട് ബോർഡറിലെത്തി. ടൗണിൽ തന്നെയാണ് ബോർഡർ. ഇതാണ് കേട്ടോ ചൈന കസാഖിസ്ഥാൻ ബോർഡർ. നേരെ ഫ്രണ്ടിലേക്ക് പോകണം. പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടുന്ന് ഇഷ്ടം പോലെ വണ്ടികള്, സാധനങ്ങള് എക്സ്പോർട്ടിങ് ഉണ്ട് കേട്ടോ. അതായത് കസാഖിസ്ഥാൻ യൂറോപ്പിലേക്കുള്ള ഒരു കോർണർ ഡോർ ആട്ടോ ഇവരുടെ. അടിപൊളി. ഇതാ ചെക്കിങ്, ഇതാ അടിപൊളി. കസ്റ്റംസിലാണ്, ചൈനീസ് കസ്റ്റംസ്. ചെക്കിങ് ആയിരിക്കും കേട്ടോ. വണ്ടി മൊത്തം ചെക്ക് ചെയ്തായിരിക്കും കയറ്റി വിടുക. നോക്കിയാൽ പിന്നെ പഴയ വോൾവോ, പഴയ സ്കാനിയ, പഴയ മാന, പഴയ ബെൻസ്, പുതിയ വോൾവോ എല്ലാം കിടപ്പുണ്ട്. കസാഖിസ്ഥാൻ നമ്പർ പ്ലേറ്റ് കാണാം കേട്ടോ. അതായത് അവിടുന്ന് വണ്ടികൾ സാധനം കൊണ്ട് ഇവിടെ വരുന്നു, അല്ലെ ഇവിടുന്ന് ചൈനയുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ. എല്ലാ വണ്ടികളും ഇങ്ങനെ വാലേ നിർത്തിച്ചു കേട്ടോ. ഇനി ചെക്കിങ് ആയിരിക്കാം. ഇത് കസാഖിസ്ഥാന്റെ ട്രക്കൊക്കെ കിടക്കുന്നു. ഇതെന്നാന്നുള്ള മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്കിത് ചൈനയാണ്, ചൈനീസ് പോർട്ടായി കാണുന്നുണ്ട്, ചൈനീസ് കസ്റ്റംസ് ഏരിയ കാണുന്നു. നോക്കൂ, 1 ഇന്ത്യൻ രൂപ കസാഖിസ്ഥാനിൽ 5.27 ആട്ടോ. അപ്പം ഇങ്ങനെ ആയിരിക്കും ഇനിയിപ്പം നമ്മുടെ കാൽക്കുലേഷൻ വരേണ്ടത്. അപ്പം ഇങ്ങനെയാണ് സംഭവം. അതായത് 1 രൂപ നമ്മുടെ അവിടുത്തെ കൊടുത്തു കഴിഞ്ഞാൽ 5.27 രൂപ കിട്ടും. 5 രൂപ സംതിങ് കിട്ടും. എന്തോ സംഭവം പണി പോലെ കേട്ടോ. എനിക്കറിയില്ല എന്നാ സംഭവം എന്നുള്ളത്. ഷെയർലി അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്നേ ലേറ്റ് ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ നാളെ പോകാൻ പറ്റുള്ളൂന്നായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. 4-5 മണിക്കൂർ എടുക്കും നമ്മൾ ഇനി എക്സിറ്റ് ചെയ്യണം. ചൈനയുടെ ഭാഗത്ത് കസ്റ്റംസ് ഇല്ല. പിന്നെ അതേപോലെ കസ്റ്റംസ് വരണം. പിന്നെ നമ്മുടെ ഏജൻറ്റ്, അതായത് ഇവരുടെ അവിടുന്ന് ഡോക്യുമെൻറ്റ്സ് എന്തോ വരാനുണ്ട്, അത് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ പരിപാടി തീരത്തുള്ളൂ. സായിപ്പ് ഇവിടെ കിടന്ന് ചുട്ടലമ്പെന്ന് വെച്ചാൽ ചുട്ടലമ്പ്. അതായത് അയാൾക്ക് ബോർഡറിലൊന്നും കാണാനില്ലെന്ന്. എന്നിട്ട് പുള്ളിക്ക് ഭയങ്കര അലമ്പായിരുന്നു. ബോർഡറിൽ കാണാനുണ്ട്, പട്ടാളക്കാരെടുത്ത് നന്നായിട്ട് കാണിച്ചു കൊടുത്തോളും. ഒരു വിധത്തിലെ ലാസ്റ്റ് സമാധാനപ്പെടുത്തി വിടുത്തിയ. എന്തായാലും 2-3 മണിക്കൂറോട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഗൈസ്, ഞങ്ങളുടെ വണ്ടി ഇന്നലെ നിന്ന് അതേ ഹോട്ടലിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഇതേ ഈ കാണുന്ന സ്ഥലത്താണ് എല്ലാവരും നിന്ന്. ഞങ്ങളൊക്കെ ഇന്നലെ പാർക്ക് ചെയ്തിട്ട് ഇവിടെയാണ്
ആ സ്ഥലത്തോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വൈകുന്നേരം 3 മണി ചൈനീസ് ടൈം 3 മണിക്ക് ഇനിയും കസ്റ്റംസ് വരുള്ളൂ. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ബോർഡർ കയറാൻ പറ്റുള്ളൂ. രാവിലെ വെറുതെ പോയി, കാരണം അവിടെ കസ്റ്റംസിന് ആളും പേരും കൂത്തും ഒന്നുമില്ല. ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരിച്ചു വിടാം. ചൈന അങ്ങനെയാണ്, കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ ചില സമയത്ത് ഉണ്ടാവും. പക്ഷെ ചില ബോർഡർ നല്ലതാണ്, ചില ബോർഡർ കണക്കാണ്. ചില ബോർഡർ നല്ലതാണ്, ചില ബോർഡർ നല്ലതല്ല. ഇപ്പം ചെന്നപ്പോൾ മനസ്സിലായി അവിടെ ഭയങ്കര അനാസ്ഥയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതായത് നമ്മളാ പോയ കസ്റ്റംസ് ഓഫീസിൽ എല്ലാ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു പേപ്പർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ കൂടെ സഞ്ചരിച്ചിട്ട് വേണം നമ്മൾ അടുത്ത ബോർഡറിലേക്ക് പോകാൻ വേണ്ടി. പോലീസിൻ്റെ ചെക്കിങ് കൂടെ അത് കഴിഞ്ഞ് പോലീസ് ചെക്കിങ്, എമിഗ്രേഷൻ ഇത്രയും കഴിഞ്ഞ് നമ്മൾ കസാഖിസ്ഥാനിലെത്തി. ഇവിടെ അവിടെയായിട്ട് 3 മണിക്കൂർ വ്യത്യാസമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ 3 മണി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും 3 മണിക്കൂർ കുറച്ച് കഴിയുമ്പോൾ എത്രയാവും? പിന്നെ 3 കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന 1 മണി 1 മണി. അപ്പം കുഴപ്പമില്ല കേട്ടോ. കസാഖിസ്ഥാൻ ബോർഡർ 24 hours ഓപ്പൺ ആണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാട്ടോ. അടിപൊളി. പുള്ളിക്ക് ഇപ്പോൾ സൈഡ് സീൻ പുള്ളിക്ക് ഇവിടെ വന്നപ്പോൾ സൈഡ് സീൻ കാണണം. വൈകുന്നേരം 3 മണിക്ക് ഇവിടുത്തെ 3 മണിക്ക് ഇനിയിപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കാതെ. നമ്മൾ സ്വന്തം പോവുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ എല്ലായിടത്തും പണിയും പരിപാടിയും ഒക്കെ നടപ്പുണ്ട്. ഇതൊക്കെ ഓരോ സംഭവങ്ങളാണ്. അതായത് ഇതെവിടെയാണ് ഇന്നലെ ഇവിടെ എല്ലാവരും കാണുന്നത്. ഇവിടെ ഒരു മുതുക്കിത്തള്ളയുണ്ട് കേട്ടോ. ബാത്റൂമിൽ പോയപ്പോ തന്നെ എങ്ങോട്ടാ പോന്നേന്ന്. അവസാനത്തെ ലാസ്റ്റ് നിമിഷമാണ് നമ്മുടെ ചൈനയിലെ. ഗൈസ് നോക്കൂ, നമ്മുടെ ചൈനീസ് യാത്ര അങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി അങ്ങനെ വലിയ സമയമില്ല, ദിവസമല്ല, സമയമില്ല. നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനടി ഇവിടുന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ടിലും ബ്ലോഗിങ് നടക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ഭാര്യയും കൂടെ ബ്ലോഗ് അടിച്ചുകൊണ്ടേ കീച്ചിക്കൊണ്ടേ ഇരിക്കുകയാണ്. നോക്കിയേ, ഈ കാണുന്ന ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളാണ് കേട്ടോ. ഞാനിപ്പോഴും വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് കസാഖിസ്ഥാൻ കയറുന്നതിൽ. നമുക്ക് കാണുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലത്ത്. ഫുഡ് ഇതൊക്കെ കേട്ടോ. കോല കുത്തിയ പിന്നെ പോത്ത്, ചിക്കൻ, വെജിറ്റബിള്. ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. റൊട്ടി കിട്ടും, അതൊന്നും ഇവിടെ കിട്ടൂല. പാകിസ്ഥാൻ റൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇതുണ്ടോ, ഇതാണ് ഗാർലിക്, വേവിച്ച് വെച്ചാക്കുന്ന ഗാർലിക്. ഇതാണ് സാലഡ്. കാണുന്ന ഇവിടുത്തെ ട്രഡീഷണൽ ഒരു സാധനം കേട്ടോ. സത്യം പറഞ്ഞാൽ പൊറോട്ടയ്ക്കകത്ത് ബീഫ്, അല്ലെങ്കിൽ എന്താ പറയുക ബണ്ണിൻ്റെ അകത്ത് ബീഫ്, അല്ലെങ്കിൽ ബീഫ് ഉരുളക്കിഴങ്ങും കൂടെ പപ്സ് പോലത്തെ ഒരു സാധനം. അടുത്ത് വന്നേ നീ, പൊറോട്ട പോലത്തെ ഒരു സാധനം. ഇത് പൊറോട്ടയാണ്, ഇതിൻ്റെ അകത്ത് ബീഫ് കേട്ടോ. എൻ്റെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, കാരണം അത്ര ഫ്ലേവർ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രസമുണ്ട്. അത് ബീഫും പിന്നെ ഉരുളക്കിഴങ്ങും നെയ്യും കിട്ടിക്കാച്ചി സാധനം എന്ന് വെച്ചാൽ പൊട്ടി സാധനം. പേരുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ഗൈഡ് ചെയ്യില്ല. അതിനകത്ത് മഞ്ഞ പൊറോട്ട വർഷം കഴിഞ്ഞു. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡാണ്. ഇനിയും നമുക്ക് 3 മണി വരെ ഇവിടുത്തെ സമയം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ കസാഖിസ്ഥാൻ കയറാൻ പറ്റും. നമുക്ക് ഇൻഷുറൻസ് എടുക്കണ്ട, അത് നീ ഓർക്കുന്നുണ്ടോ? ഇൻഷുറൻസ് മസ്റ്റ് ഇല്ലാതെ വണ്ടി ഇത്ര ദിവസത്തെ പോലെയല്ല. ഇൻഷുറൻസ് വേണം, കാർനെറ്റ് എൻട്രി അടിപ്പിക്കണം, എന്തൊക്കെ പരിപാടി ഉണ്ട് ഇനി. ചിലപ്പോ എന്നാ ചില സമയത്ത് ഇവര് മറ്റേ കാർഡറ്റ് ചോദിക്കൂല, ചില സമയത്ത് ചോദിക്കും. ശരിയാ, കുത്തിയിട്ട് തന്നെ പോവല്ലേ. അല്ല ചിലപ്പോൾ ബോർഡർ വരെ ഓടിച്ചു വേണ്ട. ഇത് വലിയ രാജ്യം, ഇന്ത്യനെ പോലെ തന്നെ. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് 4500-5000 കിലോമീറ്റർ ഉണ്ട് അല്ലേ. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ല, ഇതിനൂടെ പൈസ കൊടുക്കണം. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോട്ടോ. പാകിസ്ഥാൻ ചൈനീസ് ബോർഡറിലുള്ള ഇതുണ്ടോ, ഈ ഒരു ഏരിയയിൽ ബിൽഡിങ്ങുകളുണ്ടോ, ഭയങ്കര ലുക്കാട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കസാഖിസ്ഥാൻ ടീമുകൾ കാണാം കേട്ടോ. ഇത് നോക്കിയേ, ഈ കാണുന്ന ഇവിടുത്തെ ഒരു നദിയുടെ ക്ലീൻനെസ് നോക്കിയേ. എൻ്റെ പൊന്നെ, എന്തൊരു വൃത്തിയാടാ. അവിടുന്ന് ഒഴുകി വരുന്ന കേട്ടോ. മീനല്ല മോനെ, നീറ്റ് ക്ലീനുമായിട്ട് സൂക്ഷിച്ചാക്കുന്ന നോക്കി. നോക്കി ഇതുണ്ടോ, നല്ല കീട്ടിലൻ ബിൽഡിങ്ങുകൾ. ബിഫോർ ഐ എം ഈറ്റിംഗ് ദാറ്റ് ബീഫ് ഐറ്റം, വാട്ട് ഇസ് ദ നെയിം? ബീഫ് തിംബാങ്. ഞങ്ങൾ ഈ കാണുന്ന സാധനം എടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഹൗ മച്ച് ദിസ് വൺ ഷെർലി? ഇത് വർക്കാവൂല, അതിന് കാറ്റില്ലെന്ന് തോന്നുന്നു. ഇത് ഹൗ മച്ച് ദിസ് വൺ? ഇവിടെ സ്കാൻ ചെയ്യണം കേട്ടോ. ഇത് അലീപ്പയാണ്, അവൾ സ്കാൻ ചെയ്യാണ്. സ്കാൻ ചെയ്യുമ്പോൾ 2.5 yuan for 20 minutes. ഓ 20 minutes 2.5 yuan. അപ്രോക്സിമേറ്റ് 20 രൂപ. വേടാ മണ്ടത്തരം പറയാതെ. 10 രൂപ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ 11 രൂപ. 30ന്റെ താഴെ, 20ന്റെ 30ന്റെ താഴെ റേറ്റ് കേട്ടോ. അവള് ബുക്ക് ചെയ്തു, പൊസിഷനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തു. കൺഫേം ആവും അല്ല, കൺഫേം ആയാലും ഇത് സ്റ്റാർട്ട് ആവുള്ളൂ. ഇവനെ ഈ ആപ്പിൻ്റെ അകത്ത് കൺഫേം ചെയ്തു. സ്റ്റാർട്ടിങ് ഷെർലി, സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ. എടാ ഇതെന്തോ പൈസ കൊടുത്താൽ ഈ സാധനം ഓണാവും.
ഇത് ഇവിടെ റെഡിയാകുന്നുള്ളൂ 94%, 99%. ഓക്കെ. No. No. വൈ നോ ചാർജ്? ഇതൊന്നും സ്കാൻ ആകുന്നില്ല കേട്ടോ, പാവല്ലി ചമ്മിപ്പോയി കേട്ടോ. അടുത്തത് നോക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ വണ്ടികളുണ്ടാവട്ടെ ഇതുപോലത്തെ ടൗണുകളിൽ. ഗൈസ് നോക്കി, ഒരു ബോർഡർ കേട്ടോ. ആ ബോർഡർ പറയാം എന്നാ സെറ്റപ്പായിട്ടാണ് സെറ്റപ്പ് ചെയ്താക്കണേ. ഇന്നലെ ഞങ്ങളെ പിടിച്ചു വെച്ചത് ഈ കാണുന്ന ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടോ, ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലാണ് എന്നെ പിടിച്ചോണ്ടത്. എന്നിട്ട് നോക്കി പാസ്പോർട്ട് സത്യം ഇവിടെ എങ്ങനെ അറിയോ, പോലീസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവരുടേതായ പോലീസുകാർക്ക് ഒരു സംവിധാനമുണ്ട്, അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ, ഇങ്ങനെ എങ്ങനെയെന്നുള്ള. ഫേസ് വ്യത്യാസമാണ്, അത് കാരണം നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഞങ്ങൾ കൊടുത്തില്ല, ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളുടെ ക്രൗഡ് അത് എപ്പോഴും സൂക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു അവരോട് ഐ ലവ് യു എന്നും പറഞ്ഞു തിരിച്ചു പോന്നു. നമ്മൾ തിരിച്ച് ബോർഡറിലേക്ക് പോവുകയാണ്. ഇൻ റിട്ടേൺ ഗോ ടു ബോർഡർ. ഗോ ടു ബോർഡർ. ഗൈസ്, വെയർ ഹൗസ്, അതായത് കസ്റ്റംസിന്റെ വെയർ ഹൗസ്. അതായത് നമുക്ക് ഏത് രാജ്യത്തും കസ്റ്റംസിന്റെ ക്ലിയറൻസ് കിട്ടാതെ നമുക്ക് ഒരിക്കലും എമിഗ്രേഷൻ ക്ലിയറൻസ് തരൂല. അതെ, അതാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം. അതെ, അതായത് നമ്മൾ നേരെ കസ്റ്റംസിലേക്ക് പോവുകയാണ്. ചൈനീസ് കസ്റ്റംസിന്റെ റിലീസിങ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് ചൈന കിടക്കാം. പിന്നെ കസാക്കിസ്ഥാൻ്റെ വിസ. ഈ യാത്രയിൽ നമുക്ക് ഒരു പ്രശ്നമില്ലാതെ ഒരു മുൻകരുതലും വേണ്ടാതെ പോകാൻ പറ്റിയ രാജ്യമാണ് കസാക്കിസ്ഥാൻ. അവിടെ നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് ഒന്നും കാണിക്കണ്ട, ചെന്ന് അപ്പം തന്നെ അടിച്ച് കയ്യിൽ വിസ തരും. അപ്പോൾ ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ കസാക്കിസ്ഥാനിൽ എത്തും. കസാക്കിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യാം. എല്ലാവരും സ്പ്ലിറ്റായി പോകും. നമുക്ക് നമ്മുടെ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. നമുക്ക് നാളെ മുതൽ ഞങ്ങൾ ഡ്രോണൊക്കെ പുറത്ത് കീച്ച് കസാക്കിസ്ഥാൻ അടുത്ത രാജ്യം. ഗൈസ്, ഇതൊക്കെ ഇവിടുത്തെ മുടിവെട്ട് കടയാണ്. എനിക്ക് മുടി വെട്ടണം അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ എസ് ക്ലാസ്സിനൊക്കെ വന്ന ടീമൊക്കെ ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് പോകും കേട്ടോ. നമ്മൾ ഇത്ര വലിയ സംഭവമാണോ? എടാ, നമ്മളെ കാണാൻ ഒരു വെറൈറ്റി ഉണ്ട്. അല്ലല്ല, ഉഗാണ്ടയോ നൈജീരിയ അവിടുന്ന് വന്നാന്ന് ഇതിൻ്റെ അകത്ത് റിസപ്ഷനിലെ പുള്ളിക്കാരി ഇന്നലെ ചോദിച്ചിട്ട് വഴിയൊന്നുമില്ല. ഇവിടെയാണ് നമ്മുടെ വണ്ടി, നമ്മുടെ കൂടുതലുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇനിയിപ്പം എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് വേണം ഇനി വീണ്ടും ബോർഡറിലേക്ക് പോകാൻ വേണ്ടി. ഈ സമയം നമുക്ക് പറയണ്ടേ എങ്ങനെയും ഞങ്ങൾക്കൊന്ന് ഈ രാജ്യത്തിന്റെ പ്രശ്നം ഇതുകൊണ്ടൊന്നുമല്ല. എല്ലാം നമ്മൾ അങ്ങനെ നേരത്തെ നിന്ന സ്ഥലത്തു നിന്ന് വീണ്ടും വെയർ ഹൗസിലേക്ക് പോവാണ്, ചൈനീസ് വെയർ ഹൗസിലേക്ക്. അവിടെ നമ്മുടെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് വീണ്ടും വേറൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് ബോർഡറിലേക്ക് പോകേണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ നേരെ വെയർ ഹൗസിലേക്ക് പോകാട്ടോ. ചൈനീസ് കസ്റ്റംസ് ആൻഡ് വെയർ ഹൗസ് കേട്ടോ. വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ട്. ഇതൊക്കെ കസാക്കിസ്ഥാന് പോകുന്ന ലോറികളാണ് ഈ കാണുന്നത്, ഈ മാന് സംഭവങ്ങളൊക്കെ. നമ്മൾ നേരെ വണ്ടി അതെല്ലാം അങ്ങോട്ട് കയറ്റിട്ടെ. ഫൈനലി എല്ലാ വണ്ടികളും വെയർ ഹൗസിൽ കൊണ്ടുവന്നു. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ കാണുന്ന ഇവിടെ സൈഡ് സീൻ കാണണമെന്ന് കസ്റ്റംസിൽ. പുള്ളിക്ക് ഇവിടെ ഒന്നും കാണാനില്ല. ഇത്രയും നേരം ഒന്നും വെയിറ്റ് ചെയ്യാനില്ല, അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അങ്ങനെ പുള്ളി ഭയങ്കര ഇതുണ്ടാക്കിയിട്ടാണ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയത്. ലാസ്റ്റ് എല്ലാവരും തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനമായി. അതായത് കസ്റ്റംസിന്റെ പരിപാടിയും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മൾ നേരെ ബോർഡറിലേക്ക് പോകണം. കസ്റ്റംസും ബോർഡറുമായിട്ട് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. എന്തോടെ എൻജിൻ നമ്പർ കാണിക്കാൻ പറഞ്ഞു, ഞാൻ ജെയ്സി നമ്പർ അതൊരു പഴയ അമേരിക്കൻ ട്രക്കാട്ടോ, വാക്മാന്റെ കാലത്തുള്ള സാധനമാണത്. ഇത് പുതിയൊരു വോൾവോ ട്രക്കാണ്. ഈ കാണുന്ന ട്രക്കുകളൊക്കെ ഈ മോഡേൺ ട്രക്കുകൾ, ബെൻസിന്റെ പഴയ പുതിയൊക്കെ, ഇതൊക്കെ കസാക്കിസ്ഥാനിൽ നിന്ന് വന്ന ട്രക്കുകളാട്ടോ. ഗൈസ്, ഇവിടെ എല്ലാ വണ്ടികളുടെയും വെയിറ്റ് തൂക്കിച്ചിട്ട് വിടുള്ളൂ. റിപ്പോർട്ട് വേണം, താഴോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് വിടും. നമ്മള് നമ്മള് ഒരു ഈ റിപ്പോർട്ട് കൊടുത്തായിരുന്നു, അതും സെയിം ആണ് നോക്കാനായിരിക്കും. ആണോ? ഇവിടെ തൂക്കെടുത്ത് വിടത്തുള്ളൂ. നമ്മള് 3,340 കേട്ടോ നമ്മുടെ തൂക്കം. നമ്മൾ തൂക്കണമെന്ന് ഓർത്ത് ഇരുന്നാ ഫ്രീ ആയിട്ടൊരു തൂക്കം കിട്ടി. ചൈനീസ് വെയർ ഹൗസിൽ ഞങ്ങൾ ഇറങ്ങി. ഈ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്നൊക്കെ കസാക്കിസ്ഥാനിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ടിപ്പറുകളാട്ടോ. ഇവിടുന്ന് ഇനി എന്തോരം ദൂരമുണ്ട് ചൈന ബോർഡറിൽ നിന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇനി അല്പസമയം കൂടി ഉള്ളൂ നമ്മൾ ചൈനയിലേക്ക്. ഇനി വാഹനം കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാടുപിടിച്ച പരിപാടി ആയിരിക്കാം. ബാക്കി ഏത് രാജ്യത്തും വാഹനം കൊണ്ട് പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് എസ് എന്ന് പറയാം. പക്ഷെ ചൈന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാട്ടോ. അങ്ങനെ ഈ കാണുന്ന റോഡിൽ കൂടെ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഇവിടെയൊക്കെ നിറച്ചും ചൈനീസ് ട്രക്കുകൾ ഇങ്ങനെ കൊണ്ട് അട്ടിയിട്ടോട്ടെ. എനിക്ക് തോന്നുന്ന എക്സ്പോർട്ടിങ് ആയിരിക്കും യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഇതെല്ലാം എക്സ്പോർട്ടിങ്ങിന് വന്ന് കിടക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം വലിയ ദൂരം ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കണ്ടത്. നോക്കി എത്ര എണ്ണം നടക്കണം, നോക്കി ഇപ്പുറത്തോട്ട് നോക്കി എത്ര എണ്ണം നടക്കണമെന്ന് നോക്കൂ. ഫൈനലി അങ്ങനെ നമ്മൾ കസാക്കിസ്ഥാൻ ചൈന ബോർഡർ എത്തി. അതായത് ഇപ്പം നമ്മൾ ചൈനയുടെ ഭാഗത്തുള്ള ഇത് ഇവിടുന്ന് ഇനി വലിയ ദൂരം ഇല്ല കേട്ടോ ബോർഡറിലേക്ക്. അപ്രോക്സിമേറ്റ് ചെറിയ ദൂരമുള്ളൂ. ചൈനയുടെ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പറ്റിയല്ല. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് കസാക്കിസ്ഥാനിലാണ്. ഇനി അങ്ങോട്ട് നമുക്ക് വേറെ രീതിയാണ്. അതെല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. കാരണം ഇവിടെ ഇനി കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എൻ്റെ ദൈവമേ, ഇത് എന്നതാടാ ഇത്? എല്ലാ കവാടങ്ങളിലും ഇവര് നോക്കൂ, ഇത് എന്നതാ ഇത്? കൊട്ടാരം പോലെ ആട്ടോ ഇരിക്കുന്നത്. കൊട്ടാരം പോലെ, ഒരു 7 സ്റ്റാർ ഹോട്ടൽ പോലെ കൊട്ടാരം പോലെ ഇരിക്കുന്നത്. ഇവിടുന്ന് എങ്ങോട്ടാണ് എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടുന്ന് ഇങ്ങോട്ടാണല്ലോ ഇവനെ. ഇവിടെ ഇപ്പൊ എല്ലാ വണ്ടികളും നിർത്തിച്ചു. ഇനിയിപ്പോൾ അവിടെ എന്തോ ചെക്കിങ്ങും അതുപോലത്തെ പരിപാടികളും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ചെറവറയെ കയറും. ഈ കസാഖിസ്ഥാൻ എൻ്റർ ആയി കഴിഞ്ഞാൽ എല്ലാവരും സ്പ്ലിറ്റ് ആവും ഗൈസ്. നോക്കൂ, അതായത് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മണിക്കൂർ ചൈനയുടെ, അതിനുശേഷം കസാഖിസ്ഥാൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. അത്രയും സമയം പേപ്പർ വർക്ക് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കസാഖിസ്ഥാനിലെത്തി. ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടികൾ ഓരോന്നോരോന്നായിട്ട് അടുപ്പിച്ചു തുടങ്ങി. നമ്മളും അടുപ്പിച്ചു. ഷെയർലി ഇറങ്ങി കേട്ടോ. ഷെയർലി ഇറങ്ങി. പേപ്പർ വർക്കിനെ കുറിച്ചോ എന്തോ ആദ്യം ഇറങ്ങി. ഷെയർലിയുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചാൽ മാത്രമേ ഇതൊക്കെ തുറക്കുള്ളൂ. അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഗൈസ് നോക്കൂ, പടപടയെ നമ്മുടെ 5 വണ്ടികൾ നേരെ ക്രൂസ് ചെയ്യും കേട്ടോ. എന്നതാടാ ഇത്? ഓ ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ചൈനീസ് കസ്റ്റംസ് കഴിഞ്ഞ് ഇമിഗ്രേഷനിലേക്ക് കയറുവാണ്. ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് എന്നല്ല, കുറേ പേപ്പർ വർക്ക് ഉണ്ട് കേട്ടോ. കുറേ പേപ്പർ വർക്ക് നമുക്ക് ചെയ്ത് തീർക്കാണ്ട്. ഇവിടെ അങ്ങനെ പാർക്കിങ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. ഇതാണ് കസാക്കിസ്ഥാൻ ചൈന ലാൻഡ് ബോർഡർ. ഇവിടെ നിന്നാണ് നമുക്ക് ക്രോസ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ഇനി നമ്മുടെ പേപ്പർ വർക്ക് ഉള്ളത്. ഇവിടുത്തെ പേപ്പർ വർക്ക് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കസാക്കിസ്ഥാൻ എൻ്റർ ചെയ്യാൻ വേണ്ടി. ഇനി ഇവിടെ സോ മെനി വർക്കുണ്ട് കേട്ടോ. എല്ലാ വണ്ടികളും ഒതുക്കാൻ വേണ്ടി ഷെയർലി പറയുന്നതാണെന്ന് തോന്നുന്നു. ആണോ? നോക്കൂ, ഇപ്പം ഞാൻ മാത്രമേ ബോർഡർ കിടക്കുന്നുള്ളൂ. ലിബി നടന്നു വേണം ക്രോസ് ചെയ്യാൻ വേണ്ടി. എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ലിബിൻ്റെ പാസ്പോർട്ട് ലിബിൻ്റെ കയ്യിൽ കൊടുത്തു. ലിബി നടന്ന് ക്രോസ് ചെയ്യും. ഡ്രൈവർമാർ വണ്ടി ഓടിച്ച് വേണം ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ 10 ഇരട്ടി ഉണ്ട് അടുത്ത ഭാഗം കേട്ടോ. പ്ലീസ് സ്റ്റോപ്പ് റിസീവ് ഇമിഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുത്തൊക്കെ ഉണ്ട്. എന്നാ സെറ്റപ്പാന്നറിയാമോ? നമുക്ക് ഫൈനലി ഇവിടുത്തെ ചെക്കിങ് കഴിഞ്ഞു. അടുത്ത ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഫൈനലി എമിഗ്രേഷനിലെത്തി. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ടാണ്, അതായത് കസാഖിസ്ഥാനിലേക്ക് കേട്ടോ. കസാഖിസ്ഥാനിലേക്ക് പോകാൻ പറ്റും. അതായത് 1, 2, 3, 4, 5 വണ്ടി കസാഖിസ്ഥാൻ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മുടെ എമിഗ്രേഷനാണ് ബാക്കിയുള്ളത്. ഞാൻ വണ്ടി ഓഫാക്കി ലോക്ക് ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് നേരെ എമിഗ്രേഷൻ ചെയ്തിട്ട് വരട്ടെ. അവിടെ മാത്രം നമുക്ക് വീഡിയോ എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉള്ളൂ. വേറെ എവിടെ അങ്ങനെ വലിയ കുഴപ്പമില്ല. നോക്കി, ഇതിൻ്റെ 10 ഇരട്ടിയാണ് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ബിൽഡിംഗ് കേട്ടോ. 7-8 മണിക്കൂറായി ഞങ്ങളിവിടെ കിടക്കുന്നത്. എന്തോരം പ്രൊസീജിയേഴ്സാണ് അറിയാം, ഇതുവരെ തീർന്നിട്ടില്ല. ഞങ്ങളുടെ കൂടുതലുള്ള ലിബിനും അതുപോലെ കോ പാസഞ്ചേഴ്സ് എല്ലാം അതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോഴും ഞങ്ങൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യാണ്. ജാഥ കണ്ട ഇതറേന 7 hours ഗൈസ്. ഏതാണ്ട് 7 മണിക്കൂറായിട്ടോ ഞങ്ങൾ ഈ നിൽക്കുന്നു. ഉള്ളിൽ പോകും, പുറത്ത് വരും. ഇവിടെയായിരുന്നു ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞത്. അവരൊക്കെ ഉള്ളിലാണ്. എത്ര മണിക്കൂറായി, ഇനി എത്ര മണിക്കൂർ എടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവഴി ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറം കടക്കാൻ പറ്റും. അതിന് അപ്പുറത്തെ രാജ്യത്തൊന്നും കാണുന്നില്ല. എല്ലാം കാണുന്നത് ചൈനീസ് ട്രക്കുകളോ അല്ലാതെ വേറെ സാധനമില്ല കേട്ടോ. പ്രശ്നമായിരിക്കും കേട്ടോ. At the end person will get one receipt of entry, one receipt which you have, right? While exit, we give that thing. We go, we get another exit stamp paper. The last person will get that receipt, so that we can show that in the next country. Finally, അങ്ങനെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു. ഇതാണ് ചൈനീസ് ബോർഡർ. എൻ്റെ പൊന്നെ, എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവോ? കുറേ കഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് നമ്മളങ്ങനെ കസാഖിസ്ഥാനിൽ കയറുവാണ്. നമ്മുടെ കൂടുതലുള്ള വണ്ടികൾ നേരത്തെ പോയി. നമ്മുടെ ഗൈഡ് ഭയങ്കര കരച്ചിലായിരുന്നു. ആദ്യമായിട്ടോ ഒരാളിങ്ങനെ കരയുന്നേ. ദൈവം, എനിക്കറിയത്തില്ല കേട്ടോ. അയ്യോ പൈസ. എന്തായാലും ഫൈനലി ഇതിലാട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ചൈന കഴിഞ്ഞ് അങ്ങനെ കസാഖിസ്ഥാൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കസാഖിസ്ഥാൻ ബോർഡർ. 2-3 പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം ചൈന വീഡിയോ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ കസാഖിസ്ഥാന് വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെയും കുറേ റൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ ഗൈസ്, ഈ വണ്ടി മാറ്റിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഫ്രണ്ടിലോട്ടോ ഇതിലോട്ടോ മാറ്റണമല്ലേ ഇവനെ? അത് കുഴപ്പമില്ല, അവരവിടെ ബ്ലോക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അവരെ അവിടെ വേറെ ലോറി ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലേ? പോയി നോക്കിയാലോ ഇവനെ നമുക്ക്? അങ്ങനെ വണ്ടി വെച്ചേ. നമ്മൾ കണ്ടത് ചൈനീസ് ലെറ്റർ ആണെങ്കിൽ ഇനി നമ്മൾ കാണുന്ന റഷ്യൻ ടൈപ്പ് ലെറ്റർ ആട്ടോ. ആർമി മാറി, ആൾക്കാർ മാറി, എല്ലാം മൊത്തത്തിൽ മാറി അല്ലേ? യെസ്. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ കസാക്കിസ്ഥാൻ ബോർഡറിലെത്തി. എൻട്രി, അതായത് പാസ്പോർട്ടിലെല്ലാം സീലടിച്ച് കെട്ടി കസ്റ്റം ചെക്കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ. ഗൈസ് നോക്കൂ, അവിടുത്തെ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ ചെക്കിങ് കഴിയാൻ വേണ്ടി ഞങ്ങൾ ആ ബോർഡറിൽ നിൽക്കുവാണ്. കുറേ നേരം ഞങ്ങൾ നിൽക്കുന്നു. ഭയങ്കര സമയം എടുക്കുന്നുണ്ടല്ലേ? ബോർഡർ മൊത്തം സിസ്റ്റമാറ്റിക് ആയിട്ട് ക്യാമറ അടിച്ചിട്ട് തുറന്നാൽ മൊത്തം തുറക്കും, ആൾക്കാരില്ല. ഗൈസ് ഫ്രണ്ടിൽ മാർട്ടിൻ്റെ വണ്ടി, ബാക്കിൽ പപ്പുവിൻ്റെ വണ്ടി, ഇവിടെ ജോഷിയുടെ വണ്ടി, അത് ഞങ്ങളുടെ വണ്ടി. ഇനി ഒരു നിസാനം കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കസാക്കിസ്ഥാൻ എത്തി. ഇനിയും കുറെ പരിപാടികൾ ചെയ്ത് തീർക്കണ്ട കേട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മൾ അങ്ങനെ കസാക്കിസ്ഥാന്റെ മണ്ണിൽ കാലുകുത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 18 ദിവസത്തെ ചൈനീസ് പരിപാടി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യത്ത് എത്തിയിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്കുള്ള നമ്മുടെ ട്രിപ്പിലെ അങ്ങനെ അടുത്ത രാജ്യം, അതും 3ാമത്തെ രാജ്യം. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ബോർഡർ വഴിയാണ് നമ്മൾ ക്രോസ് ചെയ്ത്. ഇതാണ് ബോർഡർ, ഇതാണ് കസാക്കിസ്ഥാൻ ബോർഡർ. റെനോൾഡിന്റെ കിടിലൻ ട്രക്ക് വരുന്ന നോക്കിയേ. പുതിയ മോഡലല്ലേ ഗൈസ് നോക്കൂ, റെനോൾഡിന്റെ പുതിയ ട്രക്ക്. ഇതൊക്കെ ആർമി വണ്ടികളൊക്കെ കേട്ടോ. ഈ കാണുന്നൊക്കെ ആർമി ആയിരിക്കും. ഇതിന്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പാടോന്ന് എനിക്ക് അറിയത്തില്ല. റഷ്യൻ ട്രക്കാണ്, റഷ്യൻ ടൈപ്പാ. വോൾവോ. അതവിടെ നിൽക്കട്ടെ. ഗൈസ് നോക്കൂ, ഈ കാണുന്നത് ആണ് കസാക്കിസ്ഥാൻ ബോർഡർ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ചൈന ബോർഡർ. ആ കാണുന്ന ബോർഡർ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തിയത്. അപ്രോക്സിമേറ്റ് എല്ലാ പരിപാടികളും തീർന്ന് ഞങ്ങൾ പുറത്തെത്തിയപ്പം ഏതാണ്ട് ഒരു 7, 8, 9 മണിക്കൂർ ഏകദേശം എന്ന് വെച്ചിട്ടുണ്ട്. ചൈനയുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് ഡിലേ ഉണ്ടായി, അതേപോലെ തന്നെ ഈ ഭാഗത്തും ഭയങ്കരമായിട്ട് ഡിലേ ഉണ്ട്. അവിടെയൊക്കെ ഇവിടുന്നുണ്ടല്ലോ, ഈ കാണുന്നുണ്ടല്ലോ, ഇത് ചൈനയിൽ നിന്ന് പോകുന്ന ട്രെയിനാണ്. ഇത് യൂറോപ്പ് ചൈന കോർണർ ഡോറോ അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ചൈനയിൽ നിന്ന് യൂറോപ്പ് വരെ ഇവിടുന്ന് ട്രെയിൻ ഉണ്ട്. ഗൈസ് അതാണ് സംഭവം. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ, നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ഈ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ചൈനയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതായത് ഈ കാണുന്നില്ലേ, ഇതൊക്കെ ഫുള്ള് ചൈനീസ് നിർമ്മിതികളാണ്. പക്ഷെ ഇങ്ങോട്ട് കസാക്കിസ്ഥാന്റെ ഭാഗത്ത് ഒരു ബിൽഡിങ്ങോ ഒന്നും കാണില്ല. ഇങ്ങോട്ട് നോക്കുന്നത് പൊക്കമുള്ള ഒരു ബിൽഡിങ്ങും ഇല്ല, അങ്ങോട്ട് നോക്കുന്നത് മൊത്തം പൊക്കമുള്ള ബിൽഡിങ്ങുകളാണ്, വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. അങ്ങനെ നമ്മൾ 18 ദിവസത്തെ ചൈനീസ് പരിപാടി കഴിഞ്ഞ് നമ്മൾ കസാക്കിസ്ഥാനിലെത്തി. കസാക്കിസ്ഥാനിൽ വിസയ്ക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. ഇന്ത്യയും കസാക്കിസ്ഥാനും നല്ല ക്ലോസ് ഇതാണ്, കാരണം അവരുടെ ഇടപെടലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ചില ആൾക്കാർ ഇച്ചിരി റഫാണ് കസാക്കിസ്ഥാന്റെ ഭാഗത്ത്. പിന്നെ ബോർഡറിലൊക്കെ നമ്മൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ പോലെയാണ്, വാരി വലിച്ചാണ് എറിയുന്ന സാധനങ്ങളൊക്കെ. അതായത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ സാധനം മേടിച്ച് ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കൊക്കെ പോകുമ്പോൾ അവസ്ഥ, ചൈനയിൽ നിന്ന് ആൾക്കാർ സാധനം മേടിച്ച് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ഏറും പുലിവാടി ഒച്ചപ്പാടും അലമ്പൊക്കെയാണ്. പിന്നെ ഒറ്റ മനുഷ്യന് ഇവരുടെ റഷ്യൻ ടൈപ്പ് ഭാഷ, അങ്ങനെയാണ് ഇവർ പറയുന്നത്, ആ ടൈപ്പ് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഭാഷയൊന്നും അറിയത്തില്ല. പിന്നെ ലിറ്റിൽ ബിറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഗൈസ് ചൈനയിലെ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഒന്നും തന്നെയായിരുന്നു. ഒരിക്കലും നിങ്ങൾ ആരും പറയുന്നത് വിശ്വസിക്കില്ല. ചൈന ഭയങ്കര ഫ്രീഡമാണ്, ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്, വേറൊരു ഫീലാണ് ചൈന എന്ന് വെച്ചാൽ, വേറൊരു ഫീലാണ്. പിന്നെ വേറൊരു സംഭവം, ഞങ്ങൾ വരാൻ നേരത്ത് ഞങ്ങളുടെ ഗൈഡ് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം എന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ പോയതിന്റെ ഭയങ്കര ഒരു മിസ്സിങ് പോലെ അവള് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ ചോദിച്ചായിരുന്നു ഞങ്ങൾ പോകാൻ നേരത്ത് നീ കരയുമെന്ന്, അവള് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇറങ്ങി ഗൈസ് നോക്കൂ ഓയ ഹോയെ എന്നൊക്കെ പറയാം. ഗൈസ് ഫൈനലി അവള് കരഞ്ഞു, ഭയങ്കര ഇതൊക്കെയായിരുന്നു. അപ്പോൾ അവൾക്ക് ഞങ്ങൾ വിളിച്ചു, അപ്പോൾ അവൾ പറഞ്ഞു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ സ്വാഭാവികമാണ്, കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് ഒരു സംഭവമായിട്ട് പോകുന്ന നേരത്ത് എല്ലാവരും ഒത്തൊരുമിച്ചാണല്ലോ പോവുക. അപ്പം പെട്ടെന്നൊരു വരാൻ നേരത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. യാത്ര ഇതൊക്കെ സർവ്വസാധാരണമാണ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ കാണുന്ന ഇതൊക്കെ കസാക്കിസ്ഥാൻ വണ്ടികളാണ്. ഇതൊക്കെ ചൈനയിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുപോകുന്ന വെർണയാണ്. ഈ കാണുന്നതാണ് നമ്പർ പ്ലേറ്റ്. നാളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അതായത് നമുക്ക് എങ്ങനെ കസാക്കിസ്ഥാനിൽ കാർനെറ്റ് വേണോ വേണ്ടയോ. ഞങ്ങൾ ഓൾറെഡി കസാക്കിസ്ഥാനിൽ കാർനെറ്റ് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഞങ്ങൾ നിർബന്ധം ചെയ്തു. ഇവിടെ വേറെ പെർമിറ്റാണ്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇനി ഞങ്ങൾക്ക് ഫ്രണ്ടിൽ പോയിട്ട് സിം എടുക്കണം, ഇൻഷുറൻസ് എടുക്കണം, അതാണ് മെയിൻ കേസ്. മസ്റ്റ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് നമ്മൾ പോകാൻ നേരത്ത് നമ്മുടെ വണ്ടിക്കും മസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സാധനമാണ് ഇൻഷുറൻസ്. ഏതൊരു വണ്ടി നമ്മുടെ വണ്ടി വന്ന് പോറിയാലും എന്താണെങ്കിലും ഇൻഷുറൻസിൽ അങ്ങ് പൊക്കോളൂ. യെസ് ഗൈസ് നോക്കൂ, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ ബോർഡർ കടന്നിരിക്കുകയാണ്. ഇവിടെയും അതിപ്രസരമായി അതിശക്തമായി ചൈനീസ് വണ്ടികൾ തന്നെയാണ്. ഈ കാണുന്ന ഒക്കെ ഇഷ്ടംപോലെ ട്രെയിനുകളാണ്. അതിന് വേറെ ബോർഡറാണ്, അത് ചൈനയിൽ നിന്നും യൂറോപ്പിലേക്ക് ഗുഡ്സ് ട്രെയിൻ, അതായത് സാധനങ്ങൾ പോകുന്നതാണ്. ഈ കാണുന്ന വലിയൊരു ബോർഡറാണ്, നല്ല ഇടപെടലാണ്.
പക്ഷെ ഇച്ചിരി റഫാണ്. ആ ഇടപെടൽ സൂപ്പറാണ്. ഓ ഗൈസ് നോക്കൂ, യാ ഗൈസ് ആൾക്കാരൊക്കെ അടിപൊളിയാണ്. തീർ കേസുകളാണ്. എല്ലാവർക്കും ഷാറുഖ് ഖാന്, സൽമാൻ ഖാന്, അമീർ ഖാൻ ഇവരൊക്കെ അറിയാം. ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഇനി ഇവിടെ ഫേസ്ബുക്ക് കിട്ടുമോ, യൂട്യൂബ് കിട്ടുമോ, അതോ ഇൻസ്റ്റാഗ്രാം കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞങ്ങൾ വണ്ടി യെസ് ഗൈസ് നോക്കൂ, ഫൈനലി ഞാൻ വണ്ടി തുറന്ന് കയറുവാണ്, പോവാണ്. നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇല്ലെങ്കിൽ യാ ഗൈസ് നോക്കൂ, ഓരോ വണ്ടികൾ വന്നു തുടങ്ങിയില്ല. നമ്മുടെ വണ്ടിയുടെ പല്ലിൻ്റെ എണ്ണവും ഇരുമ്പിന്റെ എണ്ണവും കൂടുന്നതായിരിക്കും. യെസ് ഗൈസ്, ഞാൻ കാർനെറ്റും നമ്മുടെ പാസ്പോർട്ടും മറ്റു സാധനങ്ങളും ആദ്യം തന്നെ സേഫ് ആയിട്ട് എടുത്തു. കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ നാളെ കറക്റ്റ് പറഞ്ഞുതരാം. എടുത്തു വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. അതെ ഗൈസ് നോക്കൂ, ഞാൻ അതിന്റെ മുമ്പേ വണ്ടി മാറ്റിയിട്ട് അവിടെ ഒരു ഇവാക്കോ കയറ്റുന്നുണ്ട്. യെസ് ഗൈസ്, ലിബി ഓരോന്നായിട്ട് ചെയ്യുവാണ്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ കസാക്കിസ്ഥാൻ മണ്ണിൽ വണ്ടി ഓടിക്കുകയാണ്. യെസ് നമ്മൾ നേരെ എതിർവശത്താണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒറ്റ മനുഷ്യനെ കാണുന്നില്ല, എല്ലാവരും പടപടയെന്ന് പോയി. അതായത് ആരെയും എവിടെയും നിൽക്കാൻ അവിടുത്തെ കസ്റ്റമർ സമ്മതിച്ചില്ല. ഇൻഡിവിജ്വൽ ആയിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് പോയിട്ടോ തെറിയാ ഗൈസ്. പക്ഷെ ആ ചൈനയുടെ ആ ഡിസിപ്ലിനോ ആ ഒരു സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യം കേട്ടോ. അല്ലേ, ചൈന എന്ന് വെച്ചാൽ വേറെ ലോ. ഇനി നമുക്ക് വണ്ടി ഇല്ലാതെ ഒരു വശം പറഞ്ഞു. യെസ് ഫൈനലി നല്ല കാർമേഘമാണ്. ക്ലൈമറ്റിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ കൂടുതൽ ഒറ്റ വണ്ടിയിൽ എല്ലാവരും വിട്ടുപോയി. ബൈ പോലും ആരും പറഞ്ഞില്ലല്ലോടാ. ഓക്കെ പറഞ്ഞു. സായിപ്പൊക്കെ പോയിട്ടോ. എനിക്ക് തോന്നുന്നു അവരടുത്ത ടൗണ് പിടിക്കാനുള്ള പരിപാടി ആയിരിക്കാം അവരുടെ ലക്ഷ്യം കേട്ടോ. എന്തായാലും ഞാനിന്ന് കുറച്ച് ഓടിച്ചു നോക്കട്ടെ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ടൈപ്പ് പല ട്രക്കുകളൊക്കെ ആയിട്ട് കാണുന്നത്. എനിക്ക് ഇതൊക്കെ സോവിയറ്റ് ടൈപ്പ് ട്രക്കാന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇതൊക്കെ സോവിയറ്റ് ടൈപ്പ് ട്രക്കുകൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് സുഹൃത്തുക്കളെ. ഈ കാണുന്നതൊക്കെ ചൈനീസ് കാറുകൾ, അതായത് ചൈനയിൽ നിർമ്മിച്ച് കൊണ്ടുവന്ന വാഹനങ്ങൾ കസാക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതായത് അവിടെ കീ ഉണ്ട്, ഷവർ ലൈറ്റ് ഉണ്ട്, എല്ലാ വാഹനങ്ങളും അവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതെല്ലാം യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലത്തേക്കും അതേപോലെ തന്നെ കസാക്കിസ്ഥാൻ, അതേപോലെയുള്ള റഷ്യ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തെടുക്കുന്ന വണ്ടികളാണ്. പിന്നെ ചൈനീസ് മിഷനറികൾ ഇഷ്ടം പോലെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കാലാവസ്ഥ പോയ പോക്ക് ഇന്ത്യൻ സമയവും ഇവിടെയായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. സെയിം ആണ്. ഞാൻ എല്ലാം കാണിച്ചു തരാം ഗൈസ് നോക്കൂ. അതായതുണ്ടല്ലോ, നമ്മൾ ബോർഡർ വഴി ക്രോസ് ചെയ്തുകൊണ്ട് ശരിക്കും സമയം എടുത്തു. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നടന്നോ അല്ലാതെയോ ബസ്സിനൊക്കെ വന്ന് ഇറങ്ങിയിട്ടൊക്കെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിപാടി കഴിയും. ഏതാണ്ട് 9 മണിക്കൂർ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ വണ്ടി കസ്റ്റംസ്, അതായത് ചൈനയിൽ 2 തരം കസ്റ്റംസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് ഒരെണ്ണം ആ ഗോഡൌണിൽ കൊണ്ടുപോയി, അതിനുശേഷം എമിഗ്രേഷൻ്റെ അവിടുന്ന്, അത് കഴിഞ്ഞ് പോലീസിൻ്റെ, അത് കഴിഞ്ഞ് അവരുടെ വേറെന്തോ ചെക്കിങ്, അങ്ങനെ പുതിയ ചെക്കിങ് കഴിഞ്ഞാണ് നമ്മൾ ഫൈനലി പിന്നെ ചൈനയിൽ എന്തോരം പ്രൊസസിങ് ഉണ്ടായിരുന്നു അറിയാമോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ഞാനതിപ്പം പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. ഫൈനലി ഞാൻ വണ്ടി നിർത്തി. അതായത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളെ കണ്ടു, രാജേഷിനെ. ബാക്കി എല്ലാവരും പോയി. പുള്ളിയോടെങ്കിലും നമുക്ക് ടാറ്റ പറഞ്ഞ് പോവാം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ വെച്ച് എല്ലാവരും പിരിഞ്ഞു. ഇനിയിപ്പോൾ ആരെങ്കിലും ഫ്രണ്ട് വെച്ച് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ടാറ്റ, ബൈ ബൈ, സീ യു. Okay, meet again. Welcome to Kazakhstan. Okay. Okay, meet again. I will contact you. Yes. Okay, keep touch. Okay. Oh, guys, നോക്കൂ, ഫൈനലി ഒരു ടീമിനെ കണ്ടു, ബാക്കി എല്ലാവരും പോയി. ഗൈസ് നോക്കൂ, അതായത് ഏതാണ്ട് 9 മണിക്കൂർ നീണ്ടു നിന്ന ചെക്കിംഗ് ആയിരുന്നു ചൈനയിൽ. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ആദ്യം നമ്മളൊരു കസ്റ്റംസിന്റെ ഗോഡൌണിൽ പോയി. അവിടെ 3 സമയം, അവിടെ നമ്മൾ ഏതാണ്ട് അപ്രോക്സിമേറ്റ് നല്ല സമയം ചിലവാക്കി. അവിടെ 3 ടൈപ്പ് ചെക്കിംഗ് ഉണ്ട്. അത് കഴിഞ്ഞു. അതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ നമ്മൾ ആ എമിഗ്രേഷനിലേക്ക് വന്നു. അവിടുത്തെ കസ്റ്റംസിന് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോലീസിന്റെ ഉണ്ടായിരുന്നു. പിന്നെ എമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറെ പാട്. മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വിസയാണ്. ഒരിക്കലും നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഉണ്ടാവില്ല. ഓ ഗൈസ്, അതൊരു വലിയ വെല്ലുവിളിയായിരുന്നേ. ലാസ്റ്റ് അവർ പറഞ്ഞു എക്സിറ്റ് സ്റ്റാമ്പ് തരാം, കസാക്കിസ്ഥാനിൽ ചെല്ലുമ്പോൾ വലിയ വിഷയമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ബാക്കി ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു അവർക്ക് എക്സിറ്റ് സ്റ്റാമ്പ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾക്ക് അത് വേണ്ട, ഞങ്ങൾക്ക് സാധാരണ രീതിയിൽ എങ്ങനെയാണോ പാസ്പോർട്ട് തന്നെ അതേപോലെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ലാസ്റ്റ് സീൽ അടിക്കാതെ ഞങ്ങൾ അവിടുത്തെ ഒരു ടോക്കൺ സാധനം മേടിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. കാരണം നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്ത് എൻട്രി നിയമപരമായിട്ട് ചെയ്യാതെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്പോർട്ടിലും അതുപോലെ എല്ലായിടത്തിലും വിഷയം. അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഓ ഗൈസ് നോക്കൂ, അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഭയങ്കരം കാറ്റ് കാരണം ഞാൻ പൊസിഷൻ മാറിയതാണ്. ഓ ഗൈസ് നോക്കൂ, ഇതാണ് ബീജിങ്ങിൻ്റെ സമയം. ഇപ്പോൾ അവിടെ കറക്റ്റ് 8:40 PM ആണ്. ഇത് അൽമാട്ടി 5:40, അതായത് 3 മണിക്കൂർ ഫ്രണ്ടിലേക്കോ ബാക്കോട്ടിങ്ങാനുമാണ്.
ഇനി ന്യൂഡൽഹി വരാൻ നേരത്ത് 6:10. ഇപ്പം നമ്മുടെ നാട്ടിൽ 6:10 ഇവിടെ 5:40. ഗൈസ് നോക്കൂ, അതായത് നമ്മൾ കസാക്കിസ്ഥാനി പിന്നെ ചൈനയിൽ നിന്ന് എൻ്റർ ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം പറയണം നമ്മൾ വണ്ടി കൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് വണ്ടി കൊണ്ട് വന്നതിൻ്റെ വിസയാണ് അടിച്ചു തരിക. അതായത് അതിൻ്റെ കറക്റ്റ് മെൻഷൻ ചെയ്യും, നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടെ കാറിനിട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുകൊണ്ടോ ഈ കാണുന്ന ഈ ഒരു വിസയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം കാറിൻ്റെ ഒരു ലോഗോ ഉണ്ട്. ഈ വിസയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് 30 ദിവസത്തെ വിസയാണ് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. 30 ദിവസത്തെ വിസയാണ് നമുക്ക് കിട്ടുന്നത് കസാക്കിസ്ഥാനിൽ. അത് കിട്ടിയതിന് ശേഷം നമുക്ക് കയറാം. കാറിനൊന്നും ചോദിക്കുന്നില്ല, ഇവിടുത്തെ ഒരു പെർമിറ്റ് ഉണ്ട്. ആ ഒരു പെർമിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പോകാമെന്നാണ്. ഗൈസ് നോക്കൂ, എൻ്റയർലി ചൈനയിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ആരും പറയാൻ നിങ്ങൾ കേൾക്കരുത്. ഗൈസ് നോക്കൂ, ചൈന ഭയങ്കര കൂളാണ്. ചൈനക്കാരന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഗൈഡിൻ്റെ സഹായം മാത്രം തേടിയാൽ മതി. അതായത് ടിബറ്റ് വഴി അല്ലെങ്കിൽ വണ്ടി കൊണ്ട് ചൈന കയറുവാണെങ്കിൽ മാത്രം. ഇനി നിങ്ങൾ ഹിച്ചാക്കിങ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ നടന്നോ വിയറ്റ്നാമിൽ നിന്നോ വേറെ മറ്റേതെങ്കിലും ബോർഡറിൽ നിന്ന് ചൈന കയറുവാണെങ്കിൽ ഒരു രീതിയിൽ കുഴപ്പമില്ല. പക്ഷേ ടിബറ്റിൽ നിങ്ങൾ നടന്നോ എങ്ങനെയായാലും ഗൈഡ് വേണം. അത് മാത്രമേ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ടിബറ്റിലുള്ള ആൾക്കാരെ ഒരു സപ്പോർട്ട് ചെയ്യാനായിരിക്കാം. കാരണം അവിടെയുള്ളവർക്ക് ജോലി കൊടുക്കാൻ ചൈനക്കാർക്ക് വരെ ടിബറ്റിൽ കയറണമെങ്കിൽ ഗൈഡ് വേണം. അതാണ് യാഥാർത്ഥ്യം. ഫൈനലി നമ്മളങ്ങനെ കസാക്കിസ്ഥാൻ്റെ മണ്ണിലെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പുറം ലോകമായിട്ട് ബന്ധം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു കസാക്കിസ്ഥാൻ സിം ആവശ്യമാണ്. നമ്മുടെ ചൈനീസ് സിം ഇനി കിട്ടൂല. പക്ഷേ ഇവിടം വരെ ചൈനീസ് സിമ്മിൻ്റെ ആ റേഞ്ച് ഉണ്ട്. ഈ ഫോണിലാണ് ഞാൻ ചൈനീസ് സിം ഉപയോഗിക്കുന്നത്. 100% ചൈനീസ് സിമ്മിന് പിന്നെ ഇത് കാണിക്കുന്നുണ്ട്. എന്ത് കാണിക്കുന്നുണ്ട്? അതായത് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് 22 അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ കാണുന്ന ഫുൾ അമ്പരച്ചുംബികൾ മൊത്തം ചൈനീസ് ബിൽഡിങ്ങുകളാട്ടോ. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഫുൾ ബിൽഡിങ്ങുകളും ചൈനയുടെ ബിൽഡിങ്ങുകളാണ്. പക്ഷെ സത്യം പറയാമല്ലോ, കസാക്കിസ്ഥാനിൽ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഇവരുടെ ഭാഷ വ്യത്യാസമാണ്, ഇവരുടെ ലാംഗ്വേജ് വ്യത്യാസമാണ്, എല്ലാം വ്യത്യാസമാണ്. പക്ഷെ ഞങ്ങൾ ഒരു പ്രാവശ്യം ചോദിച്ചു, അതായത് ഞങ്ങളുടെ പാസ്പോർട്ടിൽ നിങ്ങൾ എക്സിറ്റ് അടിച്ച് തന്നിട്ട് അവിടുന്ന് വിഷയമായില്ലെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് ഐ ആം ആൻഡ് എ കസാക്കിസ്ഥാനീസ് ക്ലോസ് ഫ്രണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ജർമ്മൻകാരോട് പറഞ്ഞു നിങ്ങൾക്ക് അത് എന്തിനും വിഷയമില്ല, കാരണം ഞങ്ങൾ സ്റ്റാമ്പ് അടിക്കാത്തതെന്ന് അവരൊന്ന് പറഞ്ഞു കേട്ടില്ലായിരുന്നോ? ജർമ്മനാണ്, എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. നമുക്ക് എന്തായാലും നേരെ പോയിട്ട് ടൗണിൽ പോയിട്ട് സിം എടുക്കാം. അതാണ് മെയിൻ പരിപാടി. ഇൻഷുറൻസ് ഇല്ല നമുക്ക് വീഡിയോ കയറ്റാൻ പറ്റൂല. കാരണം ഇന്ത്യൻ സമയം ഇപ്പം അപ്രോക്സിമേറ്റ് കുറച്ചായി. കാരണം നമുക്കിനി ടൈം വളരെ കുറവാണ്. ന്യൂഡൽഹി 6 മണി 7 മണിക്ക് മുമ്പ് നമുക്ക് സിം പർച്ചേസ് ചെയ്ത് ഇൻഷുറൻസ് എടുത്തിരിക്കും. കമാൺ ഗൈസ്, ഇപ്പോൾ എൻ്റെ ഫോണുള്ളതും പൊട്ടൻ്റെ കയ്യിൽ പൂമാല ഇരിക്കുന്നതും ഒന്നേ പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അതിൻ്റെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സിം എടുക്കാതെ ബാക്കി കാര്യങ്ങൾ നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ ഒരൊറ്റ കസാക്കിസ്ഥാൻ മണി എൻ്റെ കയ്യിലില്ല. അപ്രോക്സിമേറ്റ് ₹1 5.47 ഇവിടെ. അപ്പോൾ എൻ്റെ കയ്യിലെ ചൈനീസ് മണി ഞാൻ മാറുന്നില്ല. കാരണം ഞാൻ അടുത്ത മാസം ചൈനയിൽ വരുന്നുണ്ട്. 2-3 പരിപാടിയുണ്ട്. അപ്പോൾ അത് ചെയ്ത് തീർക്കണം. വേറൊന്നുമല്ല, എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങാനുള്ള ഒരു പരിപാടി എന്തെങ്കിലും സെറ്റാകുമെന്ന് നോക്കണം. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് അത് മാറ്റുന്നില്ല. ഞങ്ങൾ ATM നിന്ന് പൈസ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ എക്സ്ചേഞ്ച് ഇന്ന് വരെ ഒരു രാജ്യത്ത് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. അത് അത്ര പിന്നെ നല്ല കാര്യമല്ല. എക്സ്ചേഞ്ച് രക്ഷപ്പെടും, നമ്മൾ തളരും. നമ്മുടെ അടുത്ത രാജ്യത്ത് കൂടെ നമ്മൾ വണ്ടി ഓടിക്കാണ്. ഗൈസ് നോക്കൂ, ഇപ്പം നമ്മുടെ കേരള രജിസ്ട്രേഷൻ ഇന്ത്യൻ വണ്ടി മലേഷ്യയിൽ ഓടിച്ചു, കംബോഡിയയിൽ ഓടിച്ചു, തായ്ലൻഡിൽ ഓടിച്ചു, ലാവോസിൽ ഓടിച്ചു, പിന്നെ നേപ്പാളിൽ ഓടിച്ചു, ചൈനയിൽ ഓടിച്ചു, ഇപ്പൊ ഇത് കസാക്കിസ്ഥാനിൽ ഓടിച്ചു. ഏകദേശം 8 രാജ്യമായി. അപ്രോക്സിമേറ്റ് ഈ വർഷം ഞങ്ങൾ 56-60 രാജ്യം ഈ വണ്ടി ഞങ്ങൾ ഓടിക്കും. അത് ഞങ്ങൾ പണ്ട് ഈ വണ്ടി മേടിച്ച സമയത്ത് ഞങ്ങളുടെ പ്ലാനാ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് കരസ്ഥമാക്കിയത് തന്നെ. ഐസ് നോക്കൂ, അപ്പം നമ്മൾ നേരെ ഈ കാണുന്ന അതിമനോഹരമായ റോഡിൽ കൂടെ പോവാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ റോഡല്ല, പക്ക എതിർവശം എന്ന് വെച്ചാൽ എതിർവശമാണ്. ഇവിടെയുള്ള വണ്ടികളുടെ ഒക്കെ ആ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ആ വശത്താണ്. പക്ഷെ ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് നമ്മുടെ ഇവിടെയാണ്. ഇച്ചിരി പാടാണ്, വലിയ പാടൊന്നുമില്ല. ഇടയ്ക്ക് ലിബി ഒന്ന് പറഞ്ഞു തന്നാൽ മതി ഓവർടേക്ക് ചെയ്യാൻ നേരത്ത്. കാരണം ഓവർടേക്ക് ചെയ്യുന്നത് ഞാൻ എപ്പോഴും ഇവിടെയാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നോക്കൂ, എന്തായാലും അടുത്ത ടൗണിൽ ചെന്നിട്ട് നമുക്ക് കാണാം. നാളെ മുതൽ നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന കസാക്കിസ്ഥാൻ്റെ വിശേഷങ്ങളായിരിക്കും. പക്ഷെ അതേ ദിവസം ഞങ്ങളില്ല. ഞങ്ങൾ ഇവിടുന്ന് 21-ാം തീയതി 22-ാം തീയതി ഞങ്ങൾ യൂറോപ്പിന് പോകും. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും കേട്ടോ. കസാക്കിസ്ഥാൻ ടോള് വെൽക്കം ചെയ്തു. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ? അങ്ങോട്ട് വന്ന് ഫ്രീയാ. ചൈന ടോള് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ഇവിടെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഓ, അവിടുത്തെ ലൈൻ വലുതും ഇവിടുത്തെ ലൈൻ ചെറുതുമാണല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് വരാൻ നേരത്ത് വേറെ ഇതുണ്ടാവുന്നേ. ഗൈസ് നോക്കൂ, എന്തായാലും ഫൈനലി നമുക്ക് നേരെ ഫ്രണ്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ടോളൊക്കെ ഗൈസ് നോക്കൂ. അങ്ങനെ ഒരു ടീമിനെ കിട്ടി. ബൈ ബൈ, മീറ്റ് അഗൈൻ. മീറ്റ് അഗൈൻ എനിവേർ ഇൻ ദ വേൾഡ്. യാ ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി.
രണ്ടുപേരുടെ യാത്ര ഞങ്ങൾ ഓടിച്ചിട്ട് എല്ലാവരും പിടിച്ചു. ഇവിടെ സിം കാർഡ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് സിം കാർഡ് മേടിക്കണം കേട്ടോ. സ്റ്റോപ്പ് കരേगा आज हाँ और थोड़ा सामने अच्छा मिलेगा उधर सोएगा. ഗൈസ് നമ്മുടെ വണ്ടി ഇതാട്ടോ, നമ്മുടെ ശരിക്കും ഫോർസ് ട്രാവലർ. ഇത് ശരിക്കും ബെൻസിൻ്റെ ആണ്. വണ്ടി പഴയത്. അതെ 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 ഗൈസ്, ഞാൻ ആദ്യം പോയിട്ട് സിം കാർഡ് എടുക്കട്ടെ. ഈ പുള്ളിക്കാരനെ എനിക്ക് എല്ലാ സംഭവങ്ങളും പറഞ്ഞു തന്നെ. പുള്ളിയോട് ഞാൻ ചോദിച്ചു, ബ്ലാക്ക് വൺ എടുക്കാൻ പറഞ്ഞു. യൂട്യൂബർ. What is canal? Canal name. You search in your phone. I will tell. ഗൈസ് ഇതിൻ്റെ അകത്തെല്ലാം ഇവരുടെ ലാംഗ്വേജ് ഉള്ളു, അതാണ് ഒരു വിഷയം. You're from Delhi? ഇന്ത്യ. കേരള, സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ. ഈ പുള്ളി ഉസ്ബെക്കിസ്ഥാനാണ്, തജക്കിസ്ഥാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളി തജക്കിസ്ഥാൻ, പുള്ളി ഉസ്ബെക്കിസ്ഥാൻ. ഇറ്റ് ഈസ് ദ ഡീസൽ നെയിം. ഡീസൽ നെയിം Sai. നോ ഡീസൽ. Diesel ist Busha. ഗ്യാസിന് What is diesel? ഡീസൽ. ഇൻ ചൈന 9506 ഈസ് ടെല്ലിംഗ്. ഹിയർ ഡീസൽ. Diesel. അങ്ങനെയായിരിക്കും. ഗൈസ് നോക്കൂ, ഇതിൻ്റെ അകത്ത് കയറി ഞാൻ സിമ്മ് ആദ്യം ഒപ്പിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടികൾ. ഇവിടെ കുടിക്കാനും തിന്നാനും ഒക്കെ കിട്ടും അത്യാവശ്യം കേട്ടോ. 21 വയസ്സിന് മേലുള്ളവർക്ക് വലിയ നടക്കുള്ളൂ കേട്ടോ. ഇവർക്ക് മൂടിയിട്ടേക്കോ. മറ്റേ ഇവിടെ തായ്ലൻഡിലും ഇതേപോലെ നമ്മൾ കണ്ടാക്കുന്നത്. തായ്ലൻഡ് അല്ല, ആ സിംഗപ്പൂർ. പപ്പൂനെയൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. എല്ലാവരുടെയും ബായ് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. അല്ലല്ലേ ഇവിടുത്തെ ഫേമസ് എനർജി ഡ്രിങ്ക് ആണ് ഇത്. ഇനി നമുക്ക് ഇത് പിടിക്കാം. എത്ര? 550 രൂപ. 550 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 100 രൂപ എടുത്ത് കണ്ടേ വരുള്ളൂ. നീ ഒന്ന് എൻ്റെ ഇത് എടുത്തിട്ട് വരാം. വീണ്ടും ഞാൻ കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നേ. സാംസങ് ഫോൺ എടുത്തിട്ട് വരാമോ? നമുക്ക് ഇങ്ങനെ മറ്റേ ഈ റാക്കറ്റ് പോലെ കേട്ടോ. എന്നോട് മറ്റേ പുള്ളി പറഞ്ഞ് ഈ ബ്ലാക്ക് കളർ ഈ സാധനം മേടിച്ചാൽ മതി കേട്ടോ. ഇതാണ് 5G. ഇവിടെ എല്ലാം 5G കേട്ടോ. നമ്പർ എല്ലാം അടക്കമുണ്ടല്ലോ. ഏത് നമ്പർ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാടാ. ഇത് സിഗരറ്റ് പാക്കറ്റ് പോലെയാണല്ലോ സിമ്മ്. ആദ്യമായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ. ഇവിടെ ഞാൻ കാൽക്കുലേറ്റർ കറക്റ്റ് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ പൈസകൾ ഇനിയിപ്പം നമുക്ക് എല്ലാ സാധനം കിട്ടും കേട്ടോ. നാട്ടിൽ കിട്ടുന്ന ഏകദേശം ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും. പിച്ച് കണ്ടു, കോള കണ്ടു, റെഡ് ബുള്ള് കണ്ടു, എല്ലാം കണ്ടു നമ്മള്. അല്ലേ? കസാക്കിസ്ഥാൻ. ഇതാണ് കസാക്കിസ്ഥാൻ മണി. ഈ കസാക്കിസ്ഥാൻ മണി ഇപ്പം എത്രയാണ്? 500 അല്ലേ നീ കണ്ടത്? 550 എന്ന് പറയുമ്പം 104 ഇന്ത്യൻ മണി. 104 നമ്മുടെ അടുത്ത് സെയിം പൈസ, കുഴപ്പമില്ല. മേടിക്കട്ടെ, സിം എടുക്കട്ടെ. ഈ കാണുന്ന ഫുള്ള് കസാക്കിസ്ഥാൻ ലാംഗ്വേജ്. പക്ഷെ ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് ഇത് ഇംഗ്ലീഷ് ആണല്ലോ. ഇവര് ഇംഗ്ലീഷ് പോലെ ഇവിടുത്തെ ലാംഗ്വേജ്. അടുത്ത പുള്ളി ഓ ഗായ്സ്, ഇവന് അറിയാവുന്ന പോലെ എല്ലാവരോടും ഇംഗ്ലീഷ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും നല്ല 100 GB ഏകദേശം ഇവനെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെ ചില ആൾക്കാർ ഇംഗ്ലീഷ് അറിയാം കേട്ടോ. കണ്ടോ, അവരുടെ ഭാഷയിനകത്ത് അവർ എല്ലാം ചോദിച്ച് മനസ്സിലാക്കട്ടെ. ഇത് ഏകദേശം ട്രക്ക് ഡ്രൈവർമാരാണ് കേട്ടോ. ഇവരിങ്ങനെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്താൽ കരിന്ന് വെച്ചാൽ ഇതെന്നാ പറയുന്നത്? റീചാർജിങ് 100 GB. 100 GB. ഓ ഗൈസ്, നമ്മുടെ കഷ്ടകാലമാണോ ഈ കടയിലെ കച്ചവടമാണോ അറിയത്തില്ല. ഒടുക്കത്തെ തിരക്കല്ലേ ഇവനെ, അല്ലേ? നീ കറങ്ങി കിടക്കുന്ന അവിടെ നിന്നിട്ട് ചിരിച്ചോണ്ടിരിക്കാം. ഇതാ വിൽക്കുന്നത്. ആ ഇതിനകത്ത് ഞാൻ ടാറ്റാന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ആണ് ടാറ്റയത്. ടാറ്റ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കേട്ടോ. അതേ പിന്നെ അതെ, ടാറ്റ എന്ന് എനിക്കറിയാം. ആ പക്ഷേ ടാറ്റ പ്രൊഡക്റ്റ് ഒന്നും ഇല്ല. ഇല്ലല്ലേ? ഇതിന് 1600 ആകുമ്പോൾ ഏകദേശം 250 രൂപ. അത്രയാണോ? ഇതിനെത്രയാ? നീ അവിടെ നിൽക്കല്ലല്ലോ, അവർ പോവും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഈ സിം കാർഡ് ശരിയാക്കണം കേട്ടോ. പുള്ളിക്കാരെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അതിന് മുമ്പേ ഈ റെഡ് ഇട്ടൊക്കെ ചേച്ചി ഉണ്ടോ, ഈ ചേച്ചി ശരിയാക്കി തരാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പോയിട്ടോ. ഒരു സാധനവും വേണ്ട, എനിക്കറിയത്തില്ല. ചൈനീസ് മീനകത്തിട്ടില്ലേ? ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ എക്സ്ട്രാ റീചാർജ് ചെയ്യുന്ന? ഹായ്, ഐ എം ബ്ലോഗർ. ഗൈസ് നോക്കൂ, അപ്പോൾ പുള്ളി എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്ട്രാ റീചാർജ് ചെയ്യണം. അതെങ്ങനെ പറ്റും? നമ്മുടെ കാർഡൊന്നും വർക്കും ചെയ്യുന്നില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുള്ളി എല്ലാം ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ സിം ഇട്ടപ്പോൾ ഇവിടുത്തെ ലാംഗ്വേജ് ഒക്കെ വന്നു കേട്ടോ. കിട്ടില്ല മനുഷ്യന്മാരാ. എൻ്റെ പൈസ വരെ അവർ കൊടുത്തു. എൻ്റെ ഒറ്റ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. അടുത്ത SBIയുടെ കാർഡുണ്ട്, ഇത് നോക്കി നോക്കാം. അതായിരിക്കും നല്ലത് കേട്ടോ. ഇത് നമ്മുടെ വണ്ടി നമുക്ക് വീഡിയോ കിട്ടുന്ന സമയം. നാട്ടിലിപ്പോൾ സമയം പാതിരയായിട്ടോ. എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. അപ്പോൾ പുള്ളിക്കാരൻ അടിച്ചു കൊടുക്കും. നമ്മൾ എന്ത് ചെയ്താൽ പെട്ടുപോയാനെ. സത്യം കേട്ടോ. നമുക്ക് അവർ പമ്പിലെ ആൾക്കാരോട് ചോദിച്ചിട്ട് അവരൊരു സമയം ചേച്ചി ഇത് ഏറ്റെടുത്തത്. ആ ചേച്ചി ചൈനീസ് പുള്ളിക്കാരി എന്തെന്ന് കേട്ടോ. ചേച്ചി മുഖേനയാണ് ഇവരെ നമുക്ക് കിട്ടിയത് ഗായ്സ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ മെസ്സേജിലേക്ക് അയച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെ ഇവിടുത്തെ പരിപാടി. ഇത് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ. നമുക്കും ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് വേണം വണ്ടി മാറ്റാൻ.
ഇവിടെ കാർഡുകളൊക്കെ വലിക്കുന്നുണ്ട്, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആപ്പെല്ലാം റെഡി ആയിട്ട്, പക്ഷേ ഫുള്ള് ഇവിടുത്തെ ലാംഗ്വേജ് ഒരു രക്ഷയില്ല, ഇത് പെട്ടുപോകും. അത് ഈ ഒരു സിമ്മിന് ഇവിടെ റേഞ്ചും ഇല്ല കേട്ടോ. Only Kazakh and Russian. ഫുള്ളി കസാക്കിസ്ഥാൻ ആൻഡ് റഷ്യ. And Russian, right? അടിപൊളി. കസാക്കിസ്ഥാൻ റഷ്യ അല്ല, വേറെ ലാംഗ്വേജ് ഇല്ല. Нет, no English. മറ്റേ ഭാഷയില്ല കേട്ടോ, കസാക്കിസ്ഥാൻ ആൻഡ് റഷ്യ. If you need extra? യാ 100 GB. No. നോ ഓപ്ഷൻ. No, wait. If Okay. you... ബൈ ബൈ ഗൈസ്, വെൽക്കം. എൻ്റെ പൊന്നെ, വീട്ടിലെ മനുഷ്യൻ ഞങ്ങള് ഇത് കണ്ടു കേട്ടോ, ഞങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടു. കാരണം പൊട്ടന്മാരാന്ന് മനസ്സിലായി, വന്ന് അപ്പം തന്നെ ഹെൽപ്പ് ചെയ്തു. ആ അത് തന്നെ ഗൈസ്, നോക്കൂ, ഈ കാരണം വന്ന് രണ്ട് ചേട്ടന്മാരാണ്. ഞങ്ങൾക്ക് സിമ്മും എടുത്തു തന്നു, ഞങ്ങളുടെ അടുത്ത് പൈസ ഇല്ലായിരുന്നു, ഞങ്ങളുടെ കാർഡും വർക്ക് ആവുന്നില്ല. ആ ഗൈസ്, യാ Your channel. YouTube channel, please. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. ഇവർ റഷ്യൻ ഭാഷയാണ്, പിന്നെ ഇവരെ ഏതൊരു ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പമ്പ്. എൻ്റെ അടുത്ത് എണ്ണയൊന്നുമില്ല, ഞാൻ എന്തായാലും അടുത്തൊരു ATM കണ്ടുപിടിക്കും. ഇവിടെ 2 പമ്പുണ്ട്. ബൈ. എല്ലാം തീർന്നു. ഇനി ചൈനീസ് ബാങ്കിൽ ഇട്ടുകാരനാണ് ഞങ്ങളുടെ കോഡ് ബ്ലോക്ക് ആയതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. വിശക്കുന്നതിന് എന്താ ചെയ്യാ? വിശക്കുന്നതിന് മാനം ഭക്ഷിക്കുക, താഴോട്ട് വയ്ക്കുക, വായു ഭക്ഷിക്കുക. ഈ 2 ഓപ്ഷനുണ്ട് നമ്മുടെ മുന്നിൽ. ഗൈസ്, നമുക്ക് ഇച്ചിരി ഓടിച്ചു നോക്കട്ടെ, എന്തായാലും ATM ടൗൺ വല്ലതും കിട്ടുമെന്ന്. വീഡിയോ കേട്ടിട്ട് ചെയ്യാം. ഗൈസ്, ആദ്യം വീഡിയോ ആയിട്ട് 30 GB കിട്ടിയിട്ടുണ്ട് ഈ ഫോണിൻ്റെ അത്. എല്ലാം റഷ്യൻ ഭാഷയാണ്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. മനുഷ്യന് അമ്പിനും വില്ലിനും എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഫ്രീ വൈഫൈ ആണ്, ഞാൻ ഇവിടുന്ന് കീച്ചാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. ലാപ്പ് എടുത്തിട്ട് കീച്ചാലോ? ഓക്കെ. ഗൈസ്, ആദ്യം പരിപാടി തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് രാത്രി ചലേക ഇത്ര പാർക്കരേക. ആൾക്കാർ രാത്രി എവിടെ ഇടുന്നത്, വണ്ടികളിൽ ട്രക്കുകൾ എവിടെ ഇടുന്നത് നോക്കിയിട്ട് നമുക്ക് വണ്ടി ഇടാം. നമുക്ക് ഇഷ്ടം പോലെ ദിവസമുണ്ട്. നമുക്ക് 21, 22 തീയതികളിലാണ് പ്രശ്നം ഇവിടെ. പക്ഷേ പോലീസുകാർ പൈസ മേടിക്കുന്നുണ്ടെന്ന് വന്ന് കയറിയപ്പോൾ തന്നെ അതിന്റെ മോനെ അവിടുന്ന് കസ്റ്റഡി സിറ്റുവേഷൻ ഓരോ സാധനം ഇങ്ങനെ പറഞ്ഞേ, ഇങ്ങനെ പറഞ്ഞതിന്റെ ഇവിടുത്തെ അടിയിൽ കൂടെ ഇങ്ങനെ ഉണ്ട്, ആൾക്കാർ പൈസ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പോന്നേം കണ്ടു അല്ലേ. ഗൈസ്, ആദ്യം പരിപാടി തീർക്കട്ടെ. ചൈന, ഇന്ത്യ എല്ലായിടത്തും ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ പരിപാടി അതിന് മാത്രം ഒരു കുറവില്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. ഇതേ ഒരു പമ്പ്, ഇത് വേറൊരു പമ്പ്, ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമായ പമ്പുകൾ ഇടുന്നു, ഏതാണോ അവർക്ക് ഇഷ്ടം. ഇനി ഞങ്ങൾ ഫ്രീ വേഡുകളാട്ടോ. നോക്കിയാൽ എൻ്റെ പൊന്നും കുരിശ് മുത്തപ്പ, എന്തൊരു രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഓ, കലക്കം സംവിധാനം കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി കടന്നു. ഭയങ്കര ചൂടാണ്, ഭയങ്കര കൊതുകാണ്. നാളെ എങ്ങനെ ആവും എന്നറിയില്ല. നാളെ നമ്മൾ അടുത്ത രാജ്യത്താണ്, ഇപ്പം നമ്മൾ അടുത്ത രാജ്യത്താണ്. നാളെ നമ്മുടെ ആദ്യത്തെ ദിവസമാണ്, രണ്ടാമത്തെ ദിവസമാണ് ഇവിടുത്തെ. ഓ ഗൈസ് നോക്കൂ, അപ്പം നാളെ ഒരു കിടിലം പിടിയായിട്ട് വീട്ടിൽ ഇൻഷുറൻസ് എടുക്കണം, ഇല്ല വണ്ടി അനക്കാൻ പറ്റൂല. അതൊരു ശരിയാകട്ടെ, എവിടെയാണ് എടുക്കുന്നതെന്ന് അറിയില്ല അല്ലേ ഗൈസ്. നാളെ അതെങ്ങനെയല്ലേ എടുക്കണം. എന്തായാലും നാളെ ഒരു കിടിലം വീഡിയോയായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ട്രൗസർ കയറി കിടക്കോട്ടെ, 2 വരെ മടുത്തു. ഗൈസ് നോക്കൂ, എല്ലാവരും പറയുന്നു നിങ്ങൾ ശരിക്കും ചൈന മിസ് ചെയ്യുന്നു. ഗൈസ്, ഇതിന് ഓരോ പർപ്പസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ നേപ്പാളിൽ നിന്ന് ടിബറ്റ് വഴി ചൈനയ്ക്ക് നമ്മൾ യൂറോപ്പിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ ഈ പിന്നെ ചൈനീസ് ഗൈഡ് എടുത്ത് നമ്മൾ വണ്ടി കൊണ്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഗൈഡ് എടുക്കണം. ഇതിന് കുറേ ലിമിറ്റേഷൻസും കുറേ സംഭവങ്ങളുണ്ട്. നമുക്കിങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റൂല. അല്ലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചൈന മാത്രമായിട്ട് വണ്ടി കൊണ്ട് വരണം. അതിന് എനിക്ക് തോന്നുന്നൊരു 10-15 ലക്ഷം രൂപ ചിലവ് വരും കേട്ടോ. മൊത്തം ചൈന ഗൈഡിനെ കൊണ്ട് വണ്ടി കൊണ്ട് പോയി കാണണമെങ്കിൽ 10-15 ലക്ഷം രൂപ ഒന്നും പോരാ, 20 ലക്ഷം രൂപ അടുത്ത് ചിലവ് വരും. കാരണം 3 മാസക്കാലം വേണം മൊത്തം ചൈന കണ്ടു തീർക്കണേൽ. ഇത് നമ്മുടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസാക്കിസ്ഥാനിൽ എക്സിറ്റ് അടിച്ചു വിടുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അവർ കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തന്നു എന്നുള്ളത്. നമ്മുടെ പർപ്പസ് വണ്ടി ഓടിച്ച് ഇന്ത്യയിൽ നിന്ന് പോകുക എന്നുള്ളതാണ്. അല്ല ചൈന വൻമതിൽ കാണാനോ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ അങ്ങ് അപ്പുറത്തെ വശത്താണ്. ആ വശത്തോട്ടൊന്നും നമുക്ക് ഇവരുടെ ഇതിലില്ല. അപ്പോൾ അങ്ങോട്ട് പോകണേ തന്നെ അതിന് പ്രത്യേകം പെർമിറ്റൊക്കെ എടുത്ത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഇവരെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലാവോസ് എക്സിറ്റ് ചെയ്യാം, വിയറ്റ്നാമിൽ എക്സിറ്റ് ചെയ്യാം, പാകിസ്ഥാനിൽ എക്സിറ്റ് ചെയ്യാം. അങ്ങനെ ഇവരുടെ ഏതൊക്കെ ബോർഡർ ഉണ്ട് അവിടെയൊക്കെ എക്സിറ്റ് ചെയ്യാം. ഇന്ത്യ മാത്രം എക്സിറ്റിങ് സമ്മതിക്കില്ല കേട്ടോ. ഇന്ത്യ മാത്രം എക്സിറ്റിങ്ങും ഇല്ല, എൻട്രി ഇല്ല. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ഞങ്ങൾക്ക് ചെറിയ പനിയൊക്കെ പിടിച്ചു, പുറത്താണെങ്കിൽ മുടിഞ്ഞ മഴയും. ഗൈസ് അതാണ് കാര്യം. അപ്പോൾ എല്ലാവരെയും കമൻറ്റ് കണ്ടു. അതായത് ഇതിൽ ടൂറിസ്റ്റ് പ്ലേസ് അല്ല പ്രധാനം, ഇതിൽ നമ്മൾ വാഹനം എക്സിറ്റ് ഇനി അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ ഐറ്ററി ഒക്കെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. ഇപ്പം എല്ലാം ഗ്രാഹ്യമായിട്ടോ. എന്തായാലും നാളെ മുതൽ കസാക്കിസ്ഥാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.